Hi dear students, welcome back to Computer Application in Business. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് എന്നുള്ള ഈ ഒരു സെഷനിലേക്ക്, ഈ ഒരു സബ്ജക്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ജസ്റ്റ് എന്താണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കാനുള്ളതെന്നുള്ള ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മീനിങ് ഡെഫിനിഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ പെരിഫറൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് അല്ലെ. സെക്കൻഡ് വൺ, പെരിഫറൽസ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ കോമ്പണന്റ്സ്, കമ്പ്യൂട്ടറിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഡിവൈസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ കമ്പ്യൂട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്ത് പർപ്പസിനാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ്. നമുക്ക് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കിട്ടുന്നത്, അത് തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കും. എന്തിനു വേണ്ടി? ആ കാൽക്കുലേഷൻ നമ്മൾ മാനുവലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ആവശ്യമാണ്. അപ്പൊ ആ സമയത്ത് അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റർ ഉപയോഗിക്കും. അതുപോലെ തന്നെ മാനുവലി ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നേക്കാം. ആ മിസ്റ്റേക്കുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കും. അതുപോലെ തന്നെ ചില കാൽക്കുലേറ്ററുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടുന്നതിന് വേണ്ടി, ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെറിയൊരു കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബിസിനസ്സില് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫില് ഒരുപാട് വലിയ ബെനിഫിറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ആ ഒരു കമ്പ്യൂട്ടറിനുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറയുന്നതെന്ന് മാത്രം. അതിൽ ഫസ്റ്റ് വൺ സ്പീഡാണ്. സ്പീഡ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഏതൊരു ട്രാൻസ്ലേഷൻസും ഏതൊരു പ്രോസസ്സിങ്ങും വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അല്ലെ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണം, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഡിവൈസുകൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് നടത്തണം, അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് അനലൈസ് ചെയ്യണം, എന്തെങ്കിലും ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യണം, എന്തെങ്കിലും ഒരു രീതിയിലുള്ള ചാർട്ടുകളും മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ജോബുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഒരു ഫീച്ചറാണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ സ്പീഡായിട്ട് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ജോബുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിലൂടെ സാധിക്കും. സോ കമ്പ്യൂട്ടർ ഒരു സ്പീഡായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ഡിവൈസ് ആണ്. ദെൻ സെക്കൻഡ് വൺ, റിലയബിലിറ്റി ആണ്. കമ്പ്യൂട്ടർ ഈസ് റിലയബിൾ, വിശ്വാസയോഗ്യമാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ പ്രോസസ്സിലുള്ള ക്വാളിറ്റി, അതിന്റെ ഔട്ട്പുട്ടിലുള്ള ക്വാളിറ്റി, അതിന്റെ ആ സ്പീഡ് എല്ലാം എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു. നമുക്ക് അതിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്നും പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ റിലയബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാം. വിശ്വാസയോഗ്യമായിട്ടുള്ള ഔട്ട്പുട്ടുകളാണ്, റിസൾട്ടുകളാണ് കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അതാണ് രണ്ടാമത്തെ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ആക്യുറസി. കമ്പ്യൂട്ടർ ആക്യുറേറ്റ് ആണ്. എന്താണ് ആക്യുറസി എന്ന് പറഞ്ഞാൽ? കൃത്യമാണ്. നമ്മൾ എന്ത് ഔട്ട്പുട്ടാണോ പ്രതീക്ഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് എന്ത് ഔട്ട്പുട്ടാണോ കിട്ടേണ്ടത്, അത് കിട്ടിയിരിക്കും. സപ്പോസ് നമ്മൾ പറയുന്നു, നമ്മളൊരു രണ്ട് എമൗണ്ടുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് അത് ആഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ആൻസർ നമുക്ക് പറഞ്ഞു തരുന്നു അല്ലെ. അപ്പൊ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത് കമ്പ്യൂട്ടറിന്റെ ഒരു ഫീച്ചറാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ അവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിൽ നിന്നും പലപ്പോഴും നമുക്ക് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള ഔട്ട്പുട്ടുകൾ, എററായിട്ടുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്. എപ്പോ? നമ്മൾ നൽകിയ ഇൻസ്ട്രക്ഷൻ തെറ്റിപ്പോകുമ്പോൾ. നമ്മൾ ആഡ് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ നമ്മൾ ആഡ് ചെയ്യാനാണോ മനസ്സിൽ കരുതിയത്, പക്ഷെ നമ്മൾ നൽകിയപ്പോ, നമ്മൾ കീ അതിന്റെ പ്രസ് ചെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇൻറ്റു അല്ലെങ്കിൽ മൈനസ് നമ്മൾ ചെയ്തു, മൈനസ് ബട്ടൺ അമർത്തി. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടറിന് നമുക്ക് പറയാൻ കഴിയില്ല. കമ്പ്യൂട്ടറിന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ്, കമ്പ്യൂട്ടർ നൽകുന്ന ഇൻപുട്ടുകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ആക്യുറേറ്റ് ആയിരിക്കും. സോ മൂന്നാമത്തെ അതിന്റെ ഫീച്ചറാണ് ആക്യുറസി എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ഡിലിജൻസ്. എന്നാ ഡിലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ടയേർഡായി പോകുന്നില്ല എന്നല്ല. കമ്പ്യൂട്ടർ ഒരിക്കലും ടയർഡായി പോകുന്നില്ല. നമ്മൾ ഒരു എംപ്ലോയി ഒരേ വർക്ക് തന്നെ ഒരുപാട് തവണ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ടയർഡ് ആവും, അല്ലെങ്കിൽ അയാൾ ബോറായി പോകും, അയാൾക്ക് ബോറടിക്കും.
ഒരേ വർക്ക് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ബോറടിക്കും, നമ്മൾ ടയേർഡ് ആവും. പക്ഷേ കമ്പ്യൂട്ടർ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഒരു ടയേർഡ് ആവുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കമ്പ്യൂട്ടർ ഓൾവേസ് എന്താണ്, ആക്റ്റീവ് ആണ്, ഓൾവേസ് പെർഫോമിംഗ് ആണ്, വിത്ത് സെയിം എഫക്ട് അല്ലെങ്കിൽ സെയിം പെർഫോമൻസ് നമുക്ക് എപ്പോഴും കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഡിലിജൻസ് എന്നുള്ള ആ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫിഫ്ത് വൺ, മെമ്മറി. കമ്പ്യൂട്ടറിന് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് അല്ലെ. ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസിംഗ് മെഷീനാണ്, വിത്ത് ഹൈ സ്പീഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെഷീനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷൻ അങ്ങനെയാണ് അല്ലെ. കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് പ്രോസസിംഗ് മെഷീൻ വിത്ത് ഹൈ സ്പീഡ് ആൻഡ് പ്രൊവൈഡിംഗ് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി. ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, ഹൈ സ്പീഡിൽ പ്രോസസിംഗ് നടത്തുന്ന ആ ഒരു മെഷീനെ, പെർട്ടിക്കുലർ മെഷീനെയാണ്, ഡിവൈസിനെയാണ് അല്ലെങ്കിൽ ഡാറ്റ പ്രോസസിംഗ് മെഷീനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സോ അതിന്റെ മെമ്മറി പവർ അല്ലെങ്കിൽ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത്, സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക്, അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. മറ്റൊന്ന് ലോജിക്കലാണ്. കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ കഴിയും, ലോജിക്കലി കണക്ട് ചെയ്യാൻ കഴിയും. നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനെ ലോജിക്കലി കണക്ട് ചെയ്ത് പെർഫോം ചെയ്യാൻ കമ്പ്യൂട്ടറിന് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ നൽകുന്ന ഇൻപുട്ടുകളെ ലോജിക്കലി കണക്ട് ചെയ്ത് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് കപ്പാസിറ്റി ഉണ്ട്. സോ ഒരു ലോജിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രത്യേകത കമ്പ്യൂട്ടറിനാണ്. ഓക്കെ, നെക്സ്റ്റ് വേഴ്സറ്റിലിറ്റി. വേഴ്സറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് ആണ്. അതായത് ഒരേ വർക്ക് ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ജോബ് ചെയ്യാൻ, ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിന് സാധിക്കും. നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഇപ്പൊ എന്താണ്, സ്മാർട്ട് ഫോണുകളെല്ലാം മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരേ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മ്യൂസിക് പ്ലേ ചെയ്യുന്നു, അതേ സമയത്ത് തന്നെ നമ്മൾ ഗെയിം പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ നമ്മൾ ബ്രൗസ് ചെയ്യുന്നു അല്ലെ. ഒന്നിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ്, ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഒരേ സമയം ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അത്തരത്തിലൊരു എബിലിറ്റി എന്തിനുണ്ട്, കമ്പ്യൂട്ടറിനാണ്. അതും കമ്പ്യൂട്ടറിന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയുന്നത്. ദ ലാസ്റ്റ് വൺ, ഓട്ടോമേഷൻ. കമ്പ്യൂട്ടർ ഒരു ഓട്ടോമാറ്റിക് മെഷീനാണ്. കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് നൽകി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി പെർഫോം ചെയ്യും. നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ട് നടക്കുന്നു, അവിടെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഇൻസ്ട്രക്ഷൻസിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് ഫംഗ്ഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ പെർഫോമൻസിനനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി, അദ്ദേഹത്തിന്റെ സ്കില്ലിനനുസരിച്ചിരിക്കും ഈ ഫീച്ചറുകളെല്ലാം നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറുകൾ, അതിന്റെ ഫുൾ അഡ്വാൻറ്റേജ്, അതിന്റെ ഫുൾ ഫീച്ചർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എപ്പോ നമ്മൾ അത് ഉപയോഗിക്കാൻ അറിയണം അല്ലെ. നമുക്ക് ആ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാം. ഓക്കെ, സോ നമ്മുടെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഒക്കെ നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള, ഇത്രയും പ്രത്യേകതകളുള്ള ഡിവൈസുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ ഇതിലെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മുടെ കമ്പ്യൂട്ടർ ആക്യുറേറ്റ് ആണോ? നമ്മുടെ മൊബൈൽ ഫോണുകൾ മെമ്മറി കപ്പാസിറ്റി ഉണ്ടോ? നമ്മുടെ ഡിലിജൻസ് ആണോ അല്ലെങ്കിൽ വേഴ്സറ്റൈൽ ആണോ? ആണ്. എപ്പോ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ, നമ്മളത് എഫക്റ്റീവായിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫീച്ചറുകളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. സോ ബേസിക്കലി ഇതൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പെരിഫറൽസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പെരിഫറൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് എന്തെല്ലാം ഘടകങ്ങളെ കൂടുമ്പോഴാണ് നമ്മൾ അതിന് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള കുറച്ച് പിക്ചറുകളാണ്, നമ്മൾ അറിയുന്ന ഡിവൈസുകളാണ്. ഇതെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിന്റെ കൂടെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ. മോണിറ്റർ കമ്പ്യൂട്ടറിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ പ്രിന്റർ, സ്കാനർ, സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ റീഡേഴ്സ്, OMR അല്ലെങ്കിൽ ബാർകോഡ് റീഡർ, ദെൻ മൗസ്, കീബോർഡ്, മൈക്ക്, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഡിവൈസുകൾ നമ്മൾ കമ്പ്യൂട്ടറിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ പെരിഫറൽസ് എന്ന് നമുക്ക് കോമൺലി അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. ഈ പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിവൈസുകൾ, എക്യുപ്മെന്റുകളാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ പെരിഫറൽസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പെരിഫറൽസിനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി, കുറച്ചും കൂടെ നമുക്കതിൽ വ്യക്തമായിട്ട് നമ്മൾ അതിന്റെ പ്രോസസ്സിന്റെ ബേസിൽ നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഇൻപുട്ട് ഡിവൈസസ് എന്നും ഔട്ട്പുട്ട് ഡിവൈസസ്.
ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് നമ്മുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ഓവറോൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഡിവൈസുകളെയും നമ്മൾ ഇൻപുട്ട് ഡിവൈസ് എന്നും ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ള രണ്ട് രീതിയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയുന്ന കാര്യം എന്താണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇതിൽ കാണുന്ന ഈ പിക്ചേഴ്സിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അല്ലെ. ഏതൊക്കെയാണ് ഇതിൽ ഇൻപുട്ട് ഡിവൈസുകൾ വരുന്നത്? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായുള്ള ഇൻസ്ട്രക്ഷൻസും ആവശ്യമായിട്ടുള്ള ഡാറ്റയും ഇൻപുട്ടുകളും നൽകുന്ന ഡിവൈസുകൾ, അല്ലെങ്കിൽ അത് നൽകാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ അല്ലെ. കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ടുകളും നൽകാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് ആയിട്ട് വരുന്നത്? ഒന്ന് മോണിറ്റർ. മോണിറ്റർ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? മോണിറ്റർ എന്തല്ല, കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ല, അല്ലെങ്കിൽ മോണിറ്റർ കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഡാറ്റ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ല കമ്പ്യൂട്ടർ എന്ന് നമ്മുടെ മോണിറ്റർ എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ പ്രിന്റർ, സെയിം. സ്കാനർ. സ്കാനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ നമ്മൾ കൈമാറുകയാണ്. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൈമാറുന്നത് ആയതുകൊണ്ട് തന്നെ സ്കാനർ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ മൗസ്. മൗസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. മൗസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടത്, എന്ത് പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റിയാണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടതെന്ന് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻ നൽകാനാണ് നമ്മൾ മൗസ് ഉപയോഗിക്കുന്നത്. സോ മൗസും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് കീബോർഡ്. കീബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻ നൽകുന്നു, പ്ലസ് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഡോക്യുമെന്റുകൾ എഴുതുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ കണ്ടന്റുകൾ എഴുതി ചേർക്കാൻ വേണ്ടി നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കീബോർഡിനകത്ത് ഒരുപാട് ഫങ്ഷണൽ കീസ് ഉണ്ട്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട്. എന്റർ, അതുപോലെ സ്പേസ്, അതുപോലെ തന്നെ പിന്നെ ഓൾട്ട്, ഡിലീറ്റ് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫങ്ഷണൽ കീസ് ഉണ്ട്. പിന്നെ F1 തുടങ്ങിയുള്ള ഫങ്ഷണൽ കീസ് ഉണ്ട്. എക്സ്ട്രാ ഒരുപാട് കീസ് വരുന്നുണ്ട്. സോ കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതിന്, ഡാറ്റ നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുന്നത്. സോ കീബോർഡും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് റീഡർ. നമ്മുടെ പിന്നെ ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ നൽകുകയാണ്. ബാർകോഡ് റീഡർ നമ്മൾ കാണാറുണ്ട് സൂപ്പർ മാർക്കറ്റിലും മറ്റും പോയി കഴിഞ്ഞാൽ അവിടെ ആ ഓരോ പ്രൊഡക്റ്റുകളുടെയും അതിന്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ബാർകോഡിലായിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? അത് റീഡ് ചെയ്യുന്നു, അതിന്റെ പ്രൈസ് എത്രയെന്നുള്ളത് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കിട്ടുന്നു. സോ കമ്പ്യൂട്ടറിലേക്ക് ആ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഈ ഒരു റീഡറിലൂടെയാണ്. സോ റീഡറും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് മൈക്ക്. മൈക്ക് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് മൈക്ക് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ വോയിസ് നൽകുന്നതിന് വേണ്ടിയിട്ട്, കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ നമ്മൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മൈക്ക് ഉപയോഗിക്കുന്നത്. സോ മൈക്കും എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. നെക്സ്റ്റ് സ്പീക്കർ. സ്പീക്കർ എന്താണ്? സ്പീക്കർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലുള്ള ഒരു ഡാറ്റ അതിന്റെ യൂസറിലേക്ക്, അതിന്റെ ഓപ്പറേറ്ററിലേക്ക് നൽകുന്നതിന് വേണ്ടി, കമ്പ്യൂട്ടറിന് ഇങ്ങോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ഉപയോഗിക്കുന്നത് അല്ലെ. കമ്പ്യൂട്ടറിലേക്ക് അങ്ങോട്ട് ഡാറ്റ നൽകുന്നതിന് വേണ്ടി, വോയിസ് ഫോർമാറ്റിൽ ഡാറ്റ നൽകുന്നതിന് വേണ്ടി നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വോയിസ് ഡാറ്റ നമുക്ക് ഇങ്ങോട്ട് കേൾക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പീക്കർ ഉപയോഗിക്കുന്നു. സോ സ്പീക്കർ എന്താണ്? സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ മോണിറ്റർ. മോണിറ്ററും നമുക്ക് ഇൻഫർമേഷൻ, കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇങ്ങോട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോണിറ്റർ ഉപയോഗിക്കുന്നത്, സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത്. സോ സ്ക്രീൻ LCD പ്രൊജക്ടർ ഒക്കെ ഇതിൽ വരുന്നത് തന്നെയാണ്. LCD പ്രൊജക്ടർ, മോണിറ്റർ, അതുപോലെയുള്ള വലിയ LED സ്ക്രീനുകൾ, ഇതെല്ലാം നമുക്ക് ഡാറ്റ ഇങ്ങോട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്, യൂസറിലേക്ക് ഡാറ്റ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ പ്രിന്റർ അല്ലെ. നമ്മൾ നേരത്തെ സ്കാനർ പറഞ്ഞു. സ്കാനർ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഒരു, അതായത് സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് കിടക്കുന്ന, സോഫ്റ്റ് കോപ്പി ആയിട്ട് കിടക്കുന്ന ഒരു ഡാറ്റ, ഒരു ഇൻഫർമേഷൻ ഹാർഡ് മെറ്റീരിയൽ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
പ്രിന്ററും ഉപയോഗിക്കുന്നത്. സോ പ്രിന്ററും എന്താണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് മെഷീൻസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഇതൊരു ഡിജിറ്റൽ സ്ക്രീനാണ്, ഇതിനകത്ത് ഇതൊരു ടച്ച് സ്ക്രീനാണ്. ഈ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? നമ്മൾ സാധാരണ വരുന്ന ഒരു ഡൗട്ടാണ്. നമ്മുടെ സ്ക്രീൻ ഇവിടെ പറഞ്ഞു, നമ്മുടെ മോണിറ്റർ പറഞ്ഞു, മോണിറ്റർ എന്താണ്, പ്യുവർലി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പക്ഷെ ഒരു ടച്ച് സ്ക്രീനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം തന്നെ അത് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട്, ഞാനിവിടെ ഈ ടച്ച് സ്ക്രീനിൽ നൽകുന്ന ഇൻഫർമേഷൻസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം എഴുതുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് ഇൻഫർമേഷൻ നൽകാനാണ് ഞാൻ ഉപയോഗിച്ചത്. എന്നാൽ അതേ സമയം തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് ഇങ്ങോട്ടും നൽകുന്നുണ്ട്, അവിടെയുള്ള ഇൻഫർമേഷൻസ് ഇങ്ങോട്ടും നൽകുന്നുണ്ട്. സോ ഒരേ സമയം തന്നെ ടച്ച് സ്ക്രീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ഡിവൈസ് ആയിട്ടും ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടും കൺവേർട്ട് അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. സോ ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസുകൾ അല്ലെങ്കിൽ പെരിഫറൽസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ്, കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റകൾ, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് നൽകാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ദെൻ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നും ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് നമുക്ക് യൂസറിലേക്ക് നൽകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഇതിന്റെ പെരിഫറൽസുമായി ബന്ധപ്പെട്ട ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പെരിഫറൽസ് ഓഫ് കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.